ജനങ്ങളുടെ റിയാക്ഷൻ ഞങ്ങൾക്ക് അനുകൂലമാണ്. കാരണം ആൻറ്റി ഇൻകുംബൻസിയാണ് കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായ പടലപിണക്കവും പരസ്പര സംശയവും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശ്രീ പി ജയരാജനെ ചുറ്റിപ്പറ്റിയുണ്ടായ ആ സമയത്തുള്ള വിവാദം യഥാർത്ഥത്തിൽ അവർക്ക് ക്ഷീണമുണ്ടാക്കി എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ള ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെയാണ് ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ജനങ്ങൾ നന്നായി സഹകരിച്ചു. വിവിധ തലങ്ങളിലുള്ള ആളുകൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി പോവുകയാണ്. ഇത് ഞങ്ങളെ പ്രിലിമിനറി ആയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയാം. ഞങ്ങൾ നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷവും പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്ന സമയത്തും ഞങ്ങളുടെ ഭൂരിപക്ഷം 1,06,000 ആയിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. അന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, കംഫർട്ടബിൾ മജോറിറ്റി ആയിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ ആ വാക്ക് ആവർത്തിക്കുകയാണ്. വെരി കംഫർട്ടബിൾ മജോറിറ്റി അതായിരിക്കും കോട്ടയത്ത് കിട്ടാൻ പോകുന്നത്. ഞാൻ പുതുപ്പള്ളിയിലെ തന്നെ ഉദാഹരണം പറഞ്ഞല്ലോ. പുതുപ്പള്ളിയിൽ അതിന് തൊട്ട് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന പോളിംഗ് പെർസെൻറ്റേജിനേക്കാൾ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പം മഹാഭൂരിപക്ഷമല്ലേ കിട്ടിയത്. പുതുപ്പള്ളിയിലെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷമല്ലേ കിട്ടിയത്. അത് റീസൺ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഭൂരിപക്ഷം പോകും എന്ന് പറയുന്ന നമ്മളുടെ ആർഗ്യുമെൻറ്റ് പഴകി തിരുമ്പിച്ചതാണ്. അത് നിലനിൽക്കാത്തതാണ്. അത് പുതുപ്പള്ളിയുടെ തന്നെ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ മാത്രമല്ല, ഞാൻ പറയും പുതുപ്പള്ളിയിലെ ഇവിടെ പാമ്പാടിയിലെ ഒരു ബൂത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ പലയിടത്തും നോക്കുമ്പോൾ ഈ വ്യതിയാനങ്ങളുണ്ട്. പക്ഷേ ആ വോട്ടിംഗ് ചെയ്ത ആളുകളിലെ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ആണ്. അത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗത്തെ മാത്രം പിടിച്ചുകൊണ്ട് ഈ ഭൂരിപക്ഷത്തെ അളക്കുന്ന പഴയ അളവുകോല് പോയി. ആ സമ്പ്രദായവും മാറി. അതിനേക്കാൾ വ്യത്യസ്തമായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല രൂപത്തിലുള്ള ഭൂരിപക്ഷം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് കൃത്യമായി ജനങ്ങളുടെ റിയാക്ഷനിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.